ഇന്ന ചിക്കൻ കഴിച്ചിരിക്കണം എന്ന് കുട്ടിക്ക് വാശി. എന്തുകൊണ്ടാണ് അത് കൊടുത്ത് ശീലിച്ചു? ഈ ചിക്കൻ ആരെവിടുന്ന് മുറിച്ചു എന്ന് ആർക്കറിയാം? ഗൾഫിലൊക്കെ പോയ വ്യാപകമാണത്. നമുക്കിതല്ലാത്തത് കിട്ടൂലല്ലോ എന്നാണ്. കിട്ടും, കുറച്ച് മെനക്കെടേണ്ടി വരും. ഇനി കിട്ടൂല എന്ന് വെക്കുക, ഇത് തിന്നിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? അത് തിന്നിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? പോത്തറുത്തത് കിട്ടും, ഒട്ടകറുത്തത് കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ കോഴി ഇങ്ങനെ വരുന്നതേ കിട്ടുള്ളൂ. എവിടുന്ന്? ഡെൻമാർക്കിൽ നിന്ന്. പിന്നെന്താ ന്യായം? ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പന്നിയിറച്ചിയുടെ പൊതിയുടെ പുറത്തുണ്ട് ഹലാൽ കട്ട്. എന്ത് നല്ല സാധനം! ഹലാലായ പന്നിയിറച്ചി, ഹലാലായ പന്നിയിറച്ചി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലെ? പശുവിനെ തൊടാൻ പാടില്ലാത്ത നാടാ. അമ്മയാണ്, ദൈവമാണ്. പക്ഷേ ഇപ്പോ പശുവിന്റെ മാംസം കടത്തുന്നതിൽ, കയറ്റിവിടുന്നതിൽ ഇന്ത്യ ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഗണീസിനെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. പശുവിനെ തൊടാനും പാടില്ല, കൊല്ലാനും പാടില്ല എന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരെ, കർഷകരെ കുടുക്കിയിട്ട് അടുത്ത പശു വാങ്ങാൻ ഏകദേശം പൈസ പഴയ പശുവിനെ വിൽക്കുമ്പോൾ കിട്ടുമായിരുന്നവർക്ക്, കറ പറ്റിയ പശുവിനെ വിൽക്കുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പശുക്കളെ പോറ്റാൻ തന്നെ വലിയൊരു ചെലവ്, ഉപകാരമൊന്നുമില്ല. താനും ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ മഹാ കമ്പനിക്കാർ ചെല്ലും, അൽക്കബീർ ചെല്ലും. അൽക്കബീർ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ഉസ്താദ് നടത്തണമെന്ന് വിചാരിക്കരുത്, വിചാരിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഖ്യ നടത്തുന്നതാണ് ഈ അൽക്കബീർ എന്ന് പറയുന്ന സാധനം. അവർ ചെല്ലും. പശുവിനെ നോക്കാൻ തന്നെ ഇടങ്ങാറായി വെള്ളം കൊടുക്കാനും പുല്ലൊടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കർഷകനോട് 2000 3000 ബാർഗെയിൻ ചെയ്തിട്ട് അവർ പശുവിനെ വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് അവരതിനെ തലക്കടിച്ച് കൊന്നിട്ട് പീസാക്കിയിട്ട് കയറ്റുമതി ചെയ്യും. അപ്പൊ ഇന്ത്യ പശു ഇറച്ചി കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തെത്തും.